വെൽക്കം ടു കുക്കിംഗ് അറ്റ് മേഫ്ലവർ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഖാര ബൂന്തിയാണ്. ഇത് ദീപാവലി പോലുള്ള ആഘോഷങ്ങൾക്കാണ് ധാരാളമായിട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് കടലമാവ് മാത്രം വെച്ചുണ്ടാക്കാം. ഞാനിവിടെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഞാൻ ഇതിനു മുമ്പ് ഒരു അരിയുണ്ടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു നോക്കി എൻ്റെ കമൻറ്റൊക്കെ ഇടാൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഖാര ബൂന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. ഖാര ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് കടലമാവാണ്. ഇനി നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടിയാണ്. നമ്മളിപ്പോൾ ഇടിയപ്പത്തിനോ പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിന് വേണ്ടി ഉപയോഗിച്ചാൽ മതി. ഈ 2 പൊടിയും കൂടി നമുക്കിങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കണം. മാവിലുള്ള ഇതുപോലെ ഇങ്ങനെ കട്ടയുണ്ടാവും. അപ്പൊ നമ്മളെപ്പോഴും അരിച്ചെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സ്പൂൺ കൊണ്ട് പതുക്കെ ഉടച്ചു കൊടുത്താൽ മതി. അവസാനം ഈ കാണുന്ന ചെറിയ കട്ടയും തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് അരിച്ചിട്ട് മാറ്റിക്കളയണം. ഇനി പൊടിയിലേക്ക് നമുക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി 2 നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുത്താൽ മതി. കൂടുതൽ വെള്ളം ഒഴിച്ച് കലക്കിയ പെട്ടെന്ന് വെള്ളം പോലെ ആയിപ്പോവും. ഞാൻ ഈ മാവ് കലക്കിയെടുക്കാനായിട്ട് 8 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെള്ളത്തിന്റെ കണക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. കാര്യം ചില പൊടി കലക്കിയെടുക്കാനായിട്ട് കൂടുതൽ വെള്ളം വേണ്ടി വരും, ചില പൊടിക്ക് കുറവ് വെള്ളം മതി. അപ്പൊ നിങ്ങൾ അതനുസരിച്ച് പാകത്തിന് കലക്കിയെടുക്കണം. മാവ് ഒട്ടും കട്ടയില്ലാതെ നല്ലതുപോലെ കലക്കിയെടുക്കണം. മാവിന്റെ കൺസിസ്റ്റൻസി കൂടുതൽ വെള്ളം പോലെ ആയി പോകാനും പാടില്ല, കൂടുതൽ തിക്കായി പോകാനും പാടില്ല. അതിനിടക്കുള്ള ഒരു പാകത്തിന് വേണം കലക്കിയെടുക്കാനായിട്ട്. കലക്കി കഴിഞ്ഞ് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മാവ് കലക്കിയെടുക്കുമ്പോഴത്തേക്കും കൂടുതൽ വെള്ളം പോലെ ആയിട്ടുണ്ടെങ്കിൽ ബൂന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ബൂന്തി ഇങ്ങനെ മണിമണിയായിട്ട് കിട്ടൂല, കൂടുതൽ പരന്നു പോകും. അതുപോലെ തന്നെ മാവ് തിക്കായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൂന്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും ബൂന്തിക്ക് ഒരു വാല് പോലെ വരും. നല്ല പാകത്തിന് കലക്കിയെടുത്താൽ മാത്രമേ ബൂന്തി വറുക്കുമ്പോൾ നല്ല മണിമണിയായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ബൂന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി ബൂന്തി വറുക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള ഊട്ടയുള്ള 1-2 സ്പൂൺ ആവശ്യമുണ്ട്. 1 സ്പൂൺ നമുക്ക് മാവ് ഒഴിച്ച് ബൂന്തി ഉണ്ടാക്കാനും 1 സ്പൂൺ നമുക്ക് അത് കോരിയെടുക്കാനും ആവശ്യമാണ്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള പാനിൽ എണ്ണ ചൂടാക്കാം. ഇതുപോലുള്ള ഒരു പരന്ന പാൻ തന്നെ എടുക്കുന്നതാണ് എപ്പോഴും ബൂന്തി ഉണ്ടാക്കാനായിട്ട് നമുക്ക് നല്ലത്. എണ്ണ ചൂടായിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഒരു സ്പൂണിൽ 2-3 തുള്ളി മാവിലേക്ക് ഇട്ട് നോക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റിക്കളയാം. ബൂന്തി ഉണ്ടാക്കാനായിട്ട് അരിപ്പക്കയിലേക്ക് കുറച്ച് മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് വളരെ കുറച്ച് മാവ് ഒഴിച്ച് നോക്കാം. മാവ് പാകമായോ എന്നറിയാൻ വേണ്ടിയിട്ട്, ബൂന്തി കറക്റ്റ് പരുവത്തിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് കുറച്ച് മാവ് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം ചെയ്ത് നോക്കാം. നമ്മുടെ ബൂന്തി നല്ല മണിമണിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല കറക്റ്റ് പരുവത്തിലാണ് നമ്മൾ മാവ് കലക്കി എടുത്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ബൂന്തി ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ ബൂന്തി പരന്നു പോകും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു 1-2 ടീസ്പൂൺ കടലമാവ് ഇതിൽ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി. മാവ് കൂടുതൽ തിക്കാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 2 സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ബൂന്തി ഇട്ട് കഴിഞ്ഞ് ചെറിയ തീയിൽ വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ബൂന്തി പെട്ടെന്ന് കരിഞ്ഞ് കളറൊക്കെ മാറിപ്പോവും. ഇപ്പൊ നമ്മൾ ആദ്യം ഇട്ട ബൂന്തി പാകമായിട്ടുണ്ട്, നല്ല കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം.
ബാക്കി മാവ് കൊണ്ട് നമുക്ക് ബൂന്തി ഉണ്ടാക്കി എടുക്കാം. ദൂരമുള്ള അരിപ്പക്കയിലൂടെ നമുക്ക് ഇതുപോലെ മാവ് ഒഴിച്ചിട്ടൊന്ന് സ്പൂൺ കൊണ്ട് പതുക്കെ തട്ടി കൊടുത്താൽ മതി. അപ്പൊ ഇതുപോലെ മണിമണിയായിട്ട് അതിലേക്ക് വീണോളും. കുറച്ച് പൊക്കി പിടിച്ചിട്ട് ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതുപോലെ കുത്തി നിറച്ചൊന്നും ഇടണ്ട. ഇതേപോലെ പാകത്തിനിട്ടിട്ട് വറുത്തെടുക്കണം. ചൂട് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ബൂന്തി കരിഞ്ഞു പോകും. ബൂന്തി പാകമായി വരുമ്പോഴത്തേക്കും എണ്ണയുടെ ബബിൾസ് ഒക്കെ വരല് നിന്നിട്ടുണ്ടാവും. അപ്പൊ നമുക്കറിയാം ബൂന്തി പാകമായിട്ടുണ്ടെന്ന്. പിന്നെ ഒരു തീ കുറച്ച് വെച്ചൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ ബൂന്തി ഒരു ലൈറ്റ് ബ്രൗൺ കളറും ക്രിസ്പിയുമായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ ബൂന്തി ഉണ്ടാക്കി എടുക്കാം. ഇടക്ക് ബൂന്തി ഉണ്ടാക്കുന്ന സ്പൂൺ നമുക്കൊന്ന് കഴുകി എടുക്കണം, അല്ലെങ്കിൽ വേറെ സ്പൂൺ ഉപയോഗിക്കണം. പൊടി കൂടുതൽ ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് പൊടി കട്ട പിടിച്ചിട്ട് മാവ് വീഴാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇടക്ക് സ്പൂൺ നമ്മൾ കഴുകി എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ നമ്മുടെ ബൂന്തി എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇത് ബൂന്തിയിൽ നമുക്ക് വറുത്തിടാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. കശുവണ്ടി, കറിവേപ്പില, കപ്പലണ്ടി, കാശ്മീരി ചില്ലിപ്പൊടി. കാശ്മീരി ചില്ലിപ്പൊടി നമുക്ക് അവസാനം വെറുതെ അതിന്റെ പുറത്ത് തൂകാനുള്ളതാണ്. ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് കപ്പലണ്ടി ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. കപ്പലണ്ടിയുടെ പുറം ബ്രൗൺ കളറും നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കപ്പലണ്ടി കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കശുവണ്ടിയും കൂടി ഇട്ട് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുക്കണം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് ഇതിലേക്ക് ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന ബൂന്തി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കശുവണ്ടിയും കറിവേപ്പിലയും കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ടേസ്റ്റിയും ക്രിസ്പിയുമായ ഖാര ബൂന്തി റെഡി ആയി കഴിഞ്ഞ് ഇത് നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. ദീപാവലിക്ക് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണിത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.